ഹായ് നമസ്കാരം. ലൈഫ് ഡേസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 10 ശനിയാഴ്ചയാണ്. നമ്മുടെ കൂട്ടുകാരായിട്ട് ഇന്ന് രാവിലെ പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷാഫി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാഫിയും വെയിറ്റ് ചെയ്ത് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ലൈഫ് ഡേസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉറക്കെ പറ ഗുഡ് മോർണിംഗ്. അവർ കേട്ടില്ല. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോകണം? ഇന്ന് നമ്മള് ക്ലാസിക് ഹോട്ടൽ, ക്ലാസിക് റെസ്റ്റോറന്റ് കാപ്പ് കുടിക്കാൻ പോകണം. എനിക്ക് പൊറാട്ടി 4 പൊറാട്ടി ഒരു ബീഫും സ്പോൺസറാണ്. ആര്? നിങ്ങള്? ഞാനാ. പിന്നെ രാവിലെ വിളിച്ചിട്ട് എന്നോട് എന്താ പറഞ്ഞു? രാവിലെ വിളിച്ചിട്ട് എന്നോട് തന്നെ ഈ ശരിയാവേ എന്റെ ചെലവ് ഫുള്ള് ഞാൻ ഒന്ന് ഏറ്റെടുത്തു പറഞ്ഞു എന്നോട്. ഞാനൊരു പശുവിനെ അങ്ങനെ കിട്ടാൻ വേണ്ടി കത്തിക്കേരും കറക്കാനുള്ള. അതപ്പോ ആള് കയറുമ്പോ കറക്കാനുള്ള പശുവിനെ കറക്കാൻ അറിയാമോ? ഓ അതെ. പിന്നെ നാട്ടിൽ ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ ഷാഫി? എനിക്ക് 4 പൊറാട്ടി 4 മിനിമം ഞാൻ 5 കഴിക്കില്ലേ. ഇയാളായതുകൊണ്ട് 4 ആക്കി നമുക്ക്. ഗ്രാമപ്രദേശമല്ലേ, നമ്മളെ സ്ഥലമില്ലായിരുന്നു. നമ്മളെ ക്യാമ്പിങ് കഴിഞ്ഞു പോയി. എന്താണ് സ്ഥലത്തിന്റെ പേര്? മുക്കിലങ്ങാടി. ചെറിയൊരു നമ്മൾ ഇട്ടേക്കുന്ന ഒരു പേരാണ്. എല്ലാരും വൈകുന്നേരം ആകുമ്പോൾ മുക്കിലങ്ങാടി എന്നാണ് അതിന്റെ പേര്. നമ്മുടെ സുഹൃത്ത് വന്ന് ഒരു ഹായ് പറഞ്ഞേരോ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യല്ലേ. വന്ന ഉടനെ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക. നീ എന്താ പറയുന്നത്? അപ്പോൾ ഷാഫി സബ്സ്ക്രൈബ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് പരിഗണിക്കുക. അപ്പോൾ ലൈഫ് ഡേ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മള് ഏത് റോഡിൽ കയറിയത്? ഹൈവേയിലോട്ട് കയറി. ദമാം കോബാർ ഹൈവേ. നമ്മള് നേരെ നോത്ത് പോകണം കോബാർ ജോലിന്റെ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന ഹോസ്പിറ്റലാണ്. നമ്മള് നേരെ പോകുന്നത് ரொம்ப സെറ്റപ്പ് ഉള്ള രീതി. നേരെ തന്നെ പോകാൻ പറ്റുള്ളൂ. എന്താ പറഞ്ഞ കേട്ടില്ല. നേരെ തന്നെ പോകാൻ പറ്റുള്ളൂ. ഷാഫി പറഞ്ഞത് ഈ കുതിരി, അതായത് കുതിരി എന്ന് പറഞ്ഞ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്നാണ് ഷാഫി പറഞ്ഞത്. നമ്മൾ അതേപോലെ വീഡിയോ മൊത്തം പുരുക്കമാണല്ലോ ഷാഫി. ചെറിയ വർക്ക് ചെയ്യും. ഇതാണ് സംഭവം. അത് ശരി. അപ്പൊ ഏകദേശം നമ്മൾ കോബാറിന്റെ ഹൃദയഭാഗത്ത് എത്തിയില്ലേ? റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ? ഇവിടെ ലെഫ്റ്റ് ചെയ്താലും പോകില്ല, റൈറ്റ് പോകാം. റൈറ്റ് പോയി കഴിഞ്ഞാൽ പാലത്തിന് മേലെ കിടക്കേണ്ടി വരും. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് പോകും. റൈറ്റ് പോകും. ഇതെന്ത് രാവിലെ ഈ പാട്ട് സെലക്ട് ചെയ്തത്? പാലവും ഓ അതുകൊണ്ടാണ്. നമ്മൾ ഒരു വഴിക്ക് പോണത് ആ വഴിയിൽ എന്ത് കാണുന്നു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പാടുള്ളൂ. അപ്പൊ ഷെഫീഖ് ഇപ്പൊ നമ്മളിപ്പോ തിരക്കിന്റെ ഉള്ളിലാണ്. അപ്പൊ നമ്മള് പാടും. എന്താണ്? ജാമോ ജാമോ നല്ല ജാമാൻ. അല്ല നീ പറഞ്ഞല്ലോ അറിയാന്ന് പറഞ്ഞില്ല. അത് ശരി. അങ്ങനെ പലതും പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. നമ്മളിപ്പോ ചുരുക്കം പറയാൻ പെട്ടിട്ടാണ്. ഷാരൂഖ് ഖാൻ ഷെഫീഖ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. വണ്ടി നമ്മള് ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാൻ. ഇവിടുത്തെ മെനു എഴുതി വെച്ചേക്കുന്നു. ഷാരൂഖ് ഖാൻ ഭാഷ ചെയ്യുന്നതിന്റെ ഒരു ഭംഗി നോക്കി. ഷാരൂഖ് 3 മസാല ദോശ, ഷാരൂഖ് ഖാന് പൊറോട്ട. പൊറോട്ടക്ക് എന്താ കറി? കടല. എന്താണ് ബീഫുണ്ട്, കടലുണ്ട്, ചിക്കൻ ഉണ്ട്. എന്തിനാണ് നീ പറഞ്ഞു? ബീഫ് പൊറോട്ട നനയണ്ടേ? കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊന്നും അവർക്ക് അറിയില്ല. നിങ്ങൾ ഇവിടെ സൗണ്ട് ഒക്കെ കുറഞ്ഞു. ആംപ്ലിഫയർ വെച്ച് കൂട്ടണോ? റെസ്പെക്ട് കൊടുക്കുകയാണ്. പാത്രം അതുമില്ല.
ഇത്രയും വലിയ സ്റ്റാർ ഹോട്ടലിലും അവർ അതിനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വെച്ചേക്കുന്നത്. ഇത് നീ ഒന്നും എടുക്കത്തില്ല. ഷാഫി വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. സെൽഫി വീഡിയോ ഇവിടെ ഒരാൾ റീൽസ് കണ്ടുകൊണ്ട് ബീഫ് കറിയും ഷെഫീക്ക് രാവിലെ കഴിക്കുന്നു. നമുക്ക് മസാല ദോശ ദൈവം മസാല ദോശ. ഓക്കെ ബീഫ് എങ്ങനെയുണ്ട്? ചൂടാ ബീഫ് ചൂടാ. കഴിച്ചു. അപ്പോൾ കഴിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ നാളെ വരും. സജു ഭായി പൈസ പേയ്മെന്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഇനി നേരെ ബീച്ചിലോട്ട് പോവാണ് നമ്മൾ. പൈസ ഒന്നും തരാതെ മുമ്പേ ഇറങ്ങി പോയി. പൊറോട്ടയും ബീഫും കഴിച്ച് 5 പൈസ ഷെഫിക്ക് തന്നിട്ടില്ല. ഷെഫിക്കിനെ കാണിച്ചു കൊടുത്തു. ആ പൈസ നമ്മൾ തിരിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ നമ്മൾ ഹോട്ടലിൽ നിന്ന് വെളിയിറങ്ങി നമ്മളെല്ലാവരും കൂടി ഫുട്ബോത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇനി നേരെ ബീച്ചിൽ പോകാനുള്ള പ്ലാനാണ് ഇവർ ഉണ്ടാക്കുന്നത്. നമ്മൾ വീണ്ടും ഹൈവേയിലോട്ട് കയറി. സാഫി സാർ എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ഒരു മൈൻഡുള്ള ആളാണ്. ആള് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഡ്രൈവിംഗ് പറയാൻ കൊടുക്കാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ചെന്ന് കയറി കൊടുക്കുന്നത് വേറെ വല്ല കാർബോർഡ് എന്താ കാർബോർഡ് വെട്ടിയിട്ടാല് ഉള്ള ചളിയൊക്കെ നമ്മുടെ പാവം പൈലറ്റ് ഷാഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അദ്ദേഹം വണ്ടി ഓടിക്കുമ്പോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല, സംസാരം ഉണ്ടാവില്ല. പുള്ളി ഫുള്ള് ഫോക്കസ് നമ്മുടെ ഡ്രൈവിംഗിലായിരിക്കും. പക്ഷെ പോണത് അല്ല പോണത് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് തെക്കോട്ടാണ് പോകണമെന്നുള്ള ഉപരി വടക്കോട്ട് പോകും. പറഞ്ഞാലും അവിടെ നിർത്തിയിട്ട് തിരിച്ചു പറയുള്ളൂ. അതാണ് പുള്ളിയുടെ ഒരു രീതി. ഇവിടെയാണ് ലുലു മാള്. ഇവിടെ സിഗ്നലിനൊക്കെ എടുത്ത് മാറ്റി, സിഗ്നലൊക്കെ മാറ്റി. കോബാറിലെ ബീച്ചിലെ മെയിൻ സ്പോട്ടാണ്. കോബാർ ബീച്ചിലെ മെയിൻ സ്പോട്ട് എന്നാണ് പറയുന്നത്. അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ. അതിന്റെ പേര് നമുക്ക് അറിയത്തില്ല. വളരെ ആ സൈഡിലാണ് ബഹ്റൈൻ ബ്രിഡ്ജ് കാണാം. ബഹ്റൈൻ പാലാണ് കാണുന്നത്. നേരെ ഡയറക്റ്റ് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഈ സൈഡിലും ഇത് കടൽ വെള്ളമല്ലേ? അതൊക്കെ കടൽ വെള്ളം. റോഡിന്റെ അണ്ടർ. പണ്ട് ഇവിടൊക്കെ കടലായിരുന്നാണ് ഷാഫി സാറ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ദ്വീപ് കണക്കല്ലേ? ദ്വീപിന് ആ നടുക്കിലൂടെ ഒരു റോഡ് കണക്കല്ലേ? കാണുന്നതാണ് ബഹ്റൈൻ പാലം. കാണാൻ പറ്റും. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഈ കടലിന്റെ മുകളിലൂടെ. സൗദിയിൽ നിന്ന് ബഹ്റൈനായിട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ആ ഭാഗത്താണ്. അതെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം. കാണുന്നതാണ് ബഹ്റൈൻ പാലം. ശരിക്കും കാണാം ബഹ്റൈൻ. അതാ ബിൽഡിങ് കാണുന്നുണ്ടോ? അതാണ് ബഹ്റൈൻ. ചെക്ക് പോയിന്റ് വരെ പോവാം. നമുക്ക് പോവാം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇത് വേണം, വിസ വേണം. അപ്പൊ അതുവരെ പോയിട്ട് നമുക്ക് ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് വരാം. നൈറ്റ് ആയാലും അടുത്ത ദിവസം നമ്മള് ബഹ്റൈൻ പാലത്തിന്റെ അവിടെ പോകും. ഷെഫീക്ക് അവിടെ തന്നെ ഇറങ്ങിയില്ല. ഷെഫീക്ക് കാറിന്റെ അവിടെ തന്നെ നിൽക്കുന്നു. അവന് സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. അതാണ് സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. അതാണ് ഇതെന്തോന്ന് വെഹിക്കിളായി കാണുന്നു. ഇതെന്തോന്ന് ഐസ്ക്രീം. ആ കാണുന്നത് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഐസ്ക്രീം കച്ചവടമൊക്കെ കാണാം ബീച്ച് ഏരിയ. നമ്മൾ ഇവിടെ നിന്ന് മസ്ജിദ് കാണാൻ അടിപൊളി ഭംഗിയുണ്ട്. ആ ബീച്ചിന്റെ ഓരത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ബീച്ച് ഇപ്പോൾ ശാന്തമായി കിടക്കണം, ഉറങ്ങി കിടക്കണം അല്ലേ? വൈകുന്നേരം ആകുമ്പോൾ ഉണരും അല്ലേ? വൈകുന്നേരം ഒരു 4-3:30 കഴിഞ്ഞ് ഉണരും. ബീച്ചിന്റെ ഓരത്ത് കാണുന്ന ഹോട്ടലുകളാണ് ഈ കാണുന്നതെല്ലാം.
അപ്പോൾ ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്തൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്തെത്തി നമ്മൾ. ഈ കാണുന്ന മസ്ജിദ്, അതിൻ്റെ അപ്പുറത്തൊരു ടവറുണ്ട്. കോബാർ ബീച്ചിൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്നത്. ടവർ അവിടെയാണ്, ആ ഭാഗത്ത്. അവിടെയാണ് എല്ലാ ഫെസ്റ്റിവലും നടക്കുക. ഫെസ്റ്റിവലിന് ഫയർ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക കോബാറിൽ. അവിടെ ഒരാൾ ചൂണ്ടയിടുവാണ്. മീനും എല്ലാം ഉണ്ടോ? എവിടെ? കുളത്തിലുണ്ട്. ഇത് ഈ കാണുന്ന കുളം. ഒരു കോമഡി കിട്ടിയേട്ടാ, കുളത്തിലുണ്ടെന്ന് മീൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ കയറി പോവുകയാണ്. നല്ല ചൂടുണ്ട് സുഹൃത്തുക്കളെ, ഭയങ്കര ചൂടാണ്. നല്ല ചൂടുണ്ട് ഈ സമയത്ത്. 40+ ഡിഗ്രി. അതെ, 41. അപ്പോൾ ലൈഫ് ഡിസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ അമർത്തുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ ഷാവി? ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ബൈ ബൈ.